ഗെയ്സ് ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് GTA 5 സിറ്റിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഗെയ്സ് അത് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ കുറേ കൂട്ടുകാർക്ക് നമ്മുടെ മൈക്കിൾ ക്യാരക്ടറിനെ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു. എന്തായാലും ഗെയ്സ് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ ഗെയ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് വരും. ഞാനാണെങ്കിൽ നമ്മുടെ ഗെയിമിൽ ടോൾ പ്ലാസയും കാര്യങ്ങളൊക്കെ ആഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഗെയ്സ് നിങ്ങൾക്ക് ഈ GTA 5 സിറ്റി എങ്ങനെ എടുക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. മാക്സിമം എല്ലാ കൂട്ടുകാരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇതുവരെയായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണ് ഓടിപ്പോയി ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യുക. എന്തായാലും ഗീസ് മറക്കാതെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഗീസ് കുറേ കൂട്ടുകാർ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞൊരു കാര്യമാണ്, ബ്രോ എനിക്ക് മൈക്കിൾ ക്യാരക്ടറിനെ എടുക്കാനായിട്ട് പറ്റുന്നില്ലെന്ന്. അപ്പോൾ ഗീസ് അത് എടുക്കേണ്ട കറക്റ്റ് മെത്തേഡ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ GTA 5 സിറ്റി എടുക്കാമെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. മാക്സിമം എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഗെയ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ നമ്മുടെ മൈക്കിൾ ക്യാരക്ടറിനെ നമ്മുടെ ഗെയിമിൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാരക്ടറിൻ്റെ ലിങ്ക് നമ്മുടെ വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഒരു ഓപ്ഷനിലേക്കായിരിക്കും പോകുന്നത്. അവിടെ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് നേരെ ഒരു ഫോൾഡറിലേക്കായിരിക്കും ഗെയ്സ് നിങ്ങൾക്ക് പോകുന്നത്. എന്നാലും ഗെയ്സ് നിങ്ങളുടെ ഒരു ഫയൽസിൽ ആ ഒരു നമ്മുടെ ആ ഇപ്പം ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഫയൽ കാണും. ആ ഫയൽ ജസ്റ്റ് അത് എവിടെയാണ് കിടക്കുന്നതെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇനി അങ്ങോട്ട് പോകുന്ന സ്റ്റെപ്സിൽ നമുക്കത് ആവശ്യമുണ്ട് ഗെയ്സ്. എന്നിട്ട് നേരെ നമ്മുടെ ഗെയിമിലേക്ക് കയറുക. എന്തായാലും ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഗെയ്സ് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും അതെല്ലാം എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. എന്തായാലും ഗെയ്സ് ഞാനാണെങ്കിൽ നേരെ നമ്മുടെ ഗെയിം ലോഡായി വരുന്നുണ്ട്. ലോഡായി വരട്ടെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. എന്തായാലും ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും കാണാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ നേരെ നമ്മുടെ വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് പോവാണ്. അതായത് നമ്മുടെ മൊബൈൽ ഫോൺ എടുക്കുക. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ആ ഒരു RGS മെനു എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. എന്നാലും ഈ ഇവിടെയാണ് ഇനി നമ്മൾ ബാക്കി ചെയ്യാനുള്ളത്. ഇനി ജസ്റ്റ് ആ ലോഡ് പിടിച്ച് വെക്കുമ്പോൾ നിങ്ങൾ നേരെ നിങ്ങളുടെ ആ ഒരു ബ്രൗസറിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആയിട്ടൊരു നിങ്ങളെ ഏതൊരു ഡോക്യുമെൻറ്റിലാണോ ഒരു ഫയൽ വെച്ചിരിക്കുന്നത് ജസ്റ്റ് ആ ഡോക്യുമെൻറ്റ് കയറുക. അല്ലെങ്കിൽ ആ ഫയൽ സെക്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഏതാണോ ഫയൽ നോക്കിയത് ആ ഫയൽ സെലക്ട് ചെയ്യുക. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ ഞാൻ അതാണ് ഗീസ് പറഞ്ഞത്. ആദ്യമേ നിങ്ങൾ അത് ചെയ്താൽ മാത്രമേ നമ്മുടെ ആ ഒരു മൈക്കിൾ ക്യാരക്ടർ നമ്മുടെ ഗെയിമിലേക്ക് ആഡാകത്തുള്ളൂ. അപ്പോൾ ഈ അതെല്ലാ കൂട്ടുകാരും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാരും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഗെയ്സ് ഞാനാണെങ്കിൽ ഇവിടെ ലോഡാക്കിയിട്ടുണ്ട്. ലോഡാക്കി കഴിയുമ്പോഴത്തേക്കും ഗെയ്സ് നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഗെയിം ഒന്ന് ബാക്ക് പോയിട്ട് ഒന്നുകൂടെ നമ്മുടെ ഗെയിമിലേക്ക് കയറുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും മൈക്കിൾ ക്യാരക്ടറിനെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗെയ്സ് ആ ഫയൽ ലോഡാക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും നെറ്റ് ഓൺ ആയിരിക്കണം. കുറേ കൂട്ടുകാർ നെറ്റ് ഓൺ ആക്കാതെ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ നെറ്റ് ഓൺ ആക്കാതെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും വർക്കാകുകയില്ല. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് പണ്ടത്തെ ക്യാരക്ടറിലേക്ക് എങ്ങനെ തിരിച്ചു പോകണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിവിടെ PM3 അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജിറാഫ് ക്യാരക്ടറിനെ കിട്ടുന്നതായിരിക്കും. ഇതിനെയൊക്കെ എല്ലാ കൂട്ടുകാർക്കും അറിയാമായിരിക്കും. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇന്നലത്തെ വീഡിയോയിൽ എങ്ങനെ അതിൻ്റെ കോഡൊക്കെ ഞാൻ പറഞ്ഞൊരു വീഡിയോ ചെയ്താണ്. PM99 കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മൈക്കിൾ ക്യാരക്ടറിനെ നമ്മുടെ ഗെയിമിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗെയ്സ് ആ ഒരു ഫയൽ ലോഡ് ചെയ്താൽ മാത്രം ഗെയ്സ് ആദ്യം നിങ്ങൾക്ക് മൈക്കിൾ ക്യാരക്ടറിനെ കിട്ടുള്ളൂ. അല്ലാതെ ചുമ്മാ പോയിട്ട് നമ്മുടെ PM99 ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല. അപ്പോൾ ഗെയ്സ് ആ സ്റ്റെപ്പൊക്കെ എല്ലാ കൂട്ടുകാരും ഓർത്ത് വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനലിലേക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. പറ്റുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിൻ്റെ സ്റ്റോറി മോഡ് വീഡിയോസാണ് അതിൻ്റെ അകത്ത് ചെയ്യുന്നത്. മാക്സിമം എല്ലാ കൂട്ടുകാരും ആ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. എന്തായാലും ഞാനാണെങ്കിൽ ഇവിടെ ഒരു ബൈക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ കുറേ ഭൂരിഭാഗം പേരും വന്ന കമൻറ്റാണ്, ബ്രോ എങ്ങനെയാണ് മൈക്കിൾ ക്യാരക്ടറിനെ എടുക്കാനായിട്ട് പറ്റുന്നത്, ഞങ്ങൾക്ക് ആർക്കും ലോഡാകുന്നില്ല എന്ന്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ സ്റ്റെപ്പ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും അത് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. നമ്മുടെ വാട്സപ്പ് ചാനലിൽ ആ ലിങ്ക് ഉണ്ട്. അല്ലെങ്കിൽ ഗൈസ് ആ ഒരു ലിങ്ക് തന്നെ ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ഏതായാലും നിങ്ങൾക്ക് പറ്റാത്ത കൂട്ടുകാരാണെങ്കിൽ ഓടിപ്പോയി അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്തിട്ട് അത് അവിടുന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ നമ്മുടെ RGS ടൂളിൽ നമുക്ക് പ്ലെയറിനെ ചെറുതാക്കാനും വലുതാക്കാനും പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചതാണ്. സ്മാൾ ആക്കുവാണ്. ജസ്റ്റ് ഞാൻ സ്മാൾ പ്ലെയറിന് അടിച്ചിട്ട് നമ്മുടെ ക്യാരക്ടറിനെ ഞാൻ ഇവിടെ സ്മാൾ ആക്കിയിട്ടുണ്ട്. എന്തായാലും ഗെയ്സ് ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും അറിയുന്നതായിരിക്കും. ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഗെയ്സ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ ഒരു സ്റ്റെപ്പ് അതേപോലെ തന്നെ ചെയ്താൽ മാത്രമേ നമ്മുടെ ഗെയിമിൽ ഈ ഒരു മൈക്കിൾ ക്യാരക്ടറിനെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. കുറേ കൂട്ടുകാരാണ് ഇന്നലെ എനിക്ക് ഒന്ന് മെസ്സേജ് ചെയ്തത്, ബ്രോ വർക്കാകുന്നില്ല, ബ്രോ പറഞ്ഞെന്ന് ട്രിക്ക് ഫേക്കാണ്, വർക്കാകുന്നില്ലെന്ന്. അപ്പോൾ ഗെയ്സ് ആ ഒരു ട്രിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. പക്ഷേ നിങ്ങൾ മര്യാദക്ക് തന്നെ ചെയ്യണം ഗെയ്സ്, അല്ലെങ്കിൽ കിട്ടുകയില്ല. എന്തായാലും നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും അത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളിപ്പോൾ എല്ലാവരും
നമ്മുടെ ആ GTA 5 സിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും ഇരിക്കുന്നത്. എന്തായാലും ആ സിറ്റി എങ്ങനെ വരുമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. മാക്സിമം എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ നമ്മുടെ സെക്കൻഡ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പറ്റുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഓടിപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തായിരിക്കുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നിട്ട് ഇന്ത്യൻ ബൈറ്റാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ഇത് നമ്മുടെ ഗെയിമിലേക്ക് GTA 5 വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ കൂട്ടുകാരുണ്ട്. GTA 5 മോഡ് നമ്മുടെ ഗെയിമിലേക്ക് എപ്പോഴാണ് ബ്രോ വരുന്നത്, അതിനുവേണ്ടി ഇപ്പോഴും ഡിമാൻഡ് ചെയ്യുന്ന കുറേ കൂട്ടുകാരുണ്ട്. അപ്പോൾ ഈ നിങ്ങൾക്ക് GTA 5 മോഡായിട്ട് നമ്മുടെ ഗെയിമിലേക്ക് ആഡാകണമെങ്കിൽ നമ്മുടെ രോഹിത് ഗെയിമിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ പോയി നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ നമ്മുടെ ഗെയിമിലേക്ക് അതൊക്കെ ആഡാക്കുള്ളൂ. അപ്പോൾ ഈ നിങ്ങൾക്ക് ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ഗെയിമിലേക്ക് GTA 5 മോഡും അതുപോലെ തന്നെ ടോൾ പ്ലാസ ആഡായിട്ടുണ്ടെന്ന്. എന്തായാലും ഗെയ്സ് ആ ഒരു ടോൾ പ്ലാസ എങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. മാക്സിമം എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. ഇതിനു വേണ്ടി ഗെയ്സ് മസ്റ്റായിട്ട് നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് കോപ്പി ചെയ്തിരിക്കണം. വാട്സപ്പ് ചാനലിലെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ സ്റ്റെപ്സ് അതേപോലെ തന്നെ ഫോളോ ചെയ്യുവാണെങ്കിൽ ഗെയ്സ് നിങ്ങൾക്ക് ഈ ഒരു ടോൾ പ്ലാസ നിങ്ങളുടെ ഗെയിമിൽ എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. എന്തായാലും ഗെയ്സ് എല്ലാ കൂട്ടുകാരും ഇപ്പം ഭയങ്കര ഹാപ്പി ആയി കാണും. കാരണം ടോൾ പ്ലാസ ഇതുവരെ നമ്മുടെ ഗെയിമിലേക്ക് വരാഞ്ഞതായിരുന്നു. എന്തായാലും അത് ഞാൻ തരാം. അതിൻ്റെ ലിങ്ക് ഞാൻ വാട്സപ്പ് ചാനലിൽ കൊടുത്തേക്കാം. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. എന്തായാലും ഈ ആ ലിങ്ക് അവിടെ നിന്ന് കോപ്പി ചെയ്യാൻ, എന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ സ്റ്റെപ്സൊക്കെ ഞാൻ വഴിയെ തന്നെ പറഞ്ഞുതരാം. വീഡിയോ ഇതുവരെയായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണ് ഓടിപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. എന്തായാലും നമ്മുടെ ഗെയിമിലേക്ക് കയറുക. എന്നിട്ട് നിങ്ങളുടെ സ്ലോട്ട് ഓപ്ഷനിൽ പോകുക. നമ്മൾ പണ്ടോട്ട് ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. സെറ്റിങ്സിൽ പോയിട്ട് മോഡ് സ്ലോട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് നെയിം വേണേൽ ചേഞ്ച് ആക്കാം. നിങ്ങൾക്ക് ടോൾ പ്ലാസയിൽ നിന്ന് ഓരോ ചേഞ്ച് ആക്കി ഇടാം. എന്തായാലും ഞാനിവിടെ ടോൾ പ്ലാസയിൽ നിന്ന് നെയിം ചേഞ്ച് ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേഞ്ച് ആക്കുക. എന്തായാലും ഗെയ്സ് ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് ജസ്റ്റ് ഒന്ന് ബാക്ക് പോയിട്ട് ഗെയിം ഒന്ന് പ്ലേ ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ ഗെയിം ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഗെയിമിൽ കയറിയിട്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനാണെങ്കിൽ നമ്മുടെ കൺട്രോൾ സെക്ഷൻ ഐഡ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. നമ്മൾ പഴയ ക്യാരക്ടറിനെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ നേരെ നമ്മുടെ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ പോകുക. നമ്മൾ എങ്ങനെയാണോ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ നെറ്റ് ഓൺ ആക്കിയിട്ട് ലിങ്ക് പേസ്റ്റ് ചെയ്യുക. ആ ലിങ്ക് നമ്മുടെ വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഗെയ്സ് എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ തന്നെ ഫയൽ ഓടാണെന്ന് പറഞ്ഞ് വരുന്നതായിരിക്കും. നെറ്റ് ഓൺ ആക്കിയതേ ഉള്ളായിരുന്നു. അതാണ് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നത്. നെറ്റ് ഓൺ ആക്കി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് പേസ്റ്റ് ചെയ്യാവുള്ളൂ. എന്തായാലും ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗെയ്സ് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഫയൽ ഓടാണെന്ന് പറഞ്ഞ് വരുന്നതായിരിക്കും. ഇവിടെ ആയിട്ട് ഫയൽ ഓടാണെന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ നെറ്റ് ഓഫ് ആക്കുക. നെറ്റ് ഓഫ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് പോയിട്ട് ഒന്നുകൂടെ നമ്മുടെ ഗെയിമിലേക്ക് കയറുക. എന്തായാലും ഞാനിവിടെ ആണെങ്കിൽ ഒന്നുകൂടെ നമ്മുടെ ഗെയിമിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി ടോൾ പ്ലാസ എവിടെയായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വെഹിക്കിൾ എടുക്കുക. ഞാനാണെങ്കിൽ ഇവിടെ നമ്മുടെ ലംബോർഗിനി ഉർസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതെടുത്തുകൊണ്ട് നേരെ നമ്മൾ ആ ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. ലൊക്കേഷൻ എല്ലാ കൂട്ടുകാരും മസ്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കുറേ കൂട്ടുകാർ നമ്മുടെ ലൊക്കേഷൻ നോട്ട് ചെയ്ത് വെക്കാതാണ് ആദ്യമേ തന്നെ പോകുന്നത്. എന്തായാലും നിങ്ങൾ എല്ലാ കൂട്ടുകാരും മസ്റ്റായിട്ട് നമ്മുടെ ലൊക്കേഷൻ നോട്ട് ചെയ്ത് വെക്കാം. എന്തായാലും ഈ ഞാനാണെങ്കിൽ ഫൈനലി നമ്മുടെ ടോൾ പ്ലാസയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് കുറേയധികം വണ്ടികൾ വെയിറ്റ് ചെയ്തൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ തന്നെ നിങ്ങൾക്കൊരു ടോൾ പ്ലാസ കിട്ടുന്നതായിരിക്കും. ഫുള്ളായിട്ട് പ്രോപ്സ് ചെയ്തൊരു ടോൾ പ്ലാസയാണ്. എന്തായാലും ഈ ഒരു ടോൾ പ്ലാസ നിങ്ങൾക്ക് ഗെയിമിലേക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ലിങ്ക് വേണം. ആ ലിങ്ക് നമ്മുടെ വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതെല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ആ ലിങ്ക് ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു ഫുള്ള് സിറ്റിയുടെ ലിങ്ക് ആയിരിക്കും കിട്ടുന്നത്. എന്തായാലും ടോൾ പ്ലാസ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇവിടെ ആയിട്ട് കുറേയധികം വണ്ടികൾ വന്ന് കിടപ്പുണ്ട് നമ്മുടെ ടോൾ പ്ലാസയിൽ. എന്തായാലും നിങ്ങൾക്ക് ഈ ടോൾ പ്ലാസ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതൊന്നും അറിയാത്ത നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒട്ടും മറക്കരുത്. പിന്നെ ഈ നമ്മുടെ സെക്കൻഡ് ചാനലിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മളാണെങ്കിൽ ഫണ്ണി സ്റ്റോറി മോഡി വീഡിയോസാണ് അതിൻ്റെ അകത്ത് ചെയ്യുന്നത്. ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിൻ്റെ തന്നെയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. എന്തായാലും എല്ലാ കൂട്ടുകാരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് പോകാം. വേറെ ഒന്നുമല്ല, നമ്മുടെ GTA 5 സിറ്റിയുടെ കാര്യമാണ്. എന്തായാലും ഈ ഒരു സിറ്റി വൈകാതെ തന്നെ നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും കിട്ടുമെന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത്. വേറെ ഒന്നുമല്ല, ഇതിൻ്റെ വർക്ക് ഇപ്പോൾ കഴിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഫയലിൻ്റെ ലിങ്ക് നമുക്ക് അയച്ചു തന്നാൽ മാത്രം മതി. ഈ ഒരു ഫയലിൻ്റെ ലിങ്ക് വൈകാതെ തന്നെ എല്ലാ കൂട്ടുകാർക്കും കിട്ടുന്നതായിരിക്കും. എന്തായാലും ആ ഒരു ലിങ്കൊക്കെ മിസ്സാകാതിരിക്കാൻ വേണ്ടി നമ്മുടെ വാട്സപ്പ് ചാനലിൽ എല്ലാ കൂട്ടുകാരും ജോയിൻ ആയിരിക്കുക. നമ്മൾ ഉറപ്പായിട്ടും ഇതിൻ്റെ ലിങ്ക് കിട്ടുമ്പോൾ തന്നെ ഫസ്റ്റായിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിലായിരിക്കും ഇടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ഇപ്പോൾ ജസ്റ്റ്
ഒന്നും കിട്ടിയതേ ഉള്ളൂ. പക്ഷേ ഗൈസ് നമുക്ക് വൈകാതെ തന്നെ ഈ ഒരു സിറ്റിയുടെ ലിങ്ക് ഫുള്ളായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. കുറേ കൂട്ടുകാർ ആഗ്രഹിക്കുന്നുണ്ട് GTA 5 സിറ്റി നമ്മുടെ ഗെയിമിലേക്ക് വരണം, അതുപോലെ തന്നെ ബ്രോ എനിക്ക് അതിൻ്റെ അകത്ത് കളിക്കാനായിട്ട് പറ്റണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുറേ കൂട്ടുകാരുണ്ട്. എന്നാൽ ഗൈസ് അവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ഗുഡ് ന്യൂസ് ആണ്. കാരണം നമ്മുടെ ഗെയിമിലേക്ക് ഈ ഒരു സിറ്റി ആടാവുമെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.